ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ബൈബിളിൽ പേര് പറയപ്പെടുന്ന രണ്ടാമത്തെ പക്ഷിയാണ് പ്രാവ്. നോഹയുടെ പെട്ടകമാണ് പശ്ചാത്തലം. ദൈവകൽപ്പനപ്രകാരം പെട്ടകമുണ്ടാക്കി അതിൽ പ്രവേശിച്ച നോഹ ലോകത്തിലെ സകല ജീവജാലങ്ങളെയും കൂട്ടിനായി കരുതിയിരുന്നു. 150 ദിവസത്തെ വെള്ളക്കെട്ടിനും 40 ദിവസത്തെ കാത്തിരിപ്പിനും ശേഷം നോഹ പെട്ടകത്തിന്റെ കിളിവാതിൽ തുറന്ന് ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു. എന്നാൽ നോഹയുടെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ അതിന് സാധിച്ചില്ല. 7 ദിവസങ്ങൾക്ക് ശേഷം ഒരു പ്രാവിനെ പറത്തുവിട്ട് കാത്തിരിക്കുമ്പോൾ കാലുകുത്താൻ ഇടം കിട്ടാതെ ആ പ്രാവ് പെട്ടകത്തിലേക്ക് തിരികെ വന്നു. വീണ്ടും 7 ദിവസങ്ങൾക്ക് ശേഷം പുറത്തുപോയ പ്രാവ് ഒരു ഒലിവിന്റെ തളിരിലയുമായാണ് തിരികെ വന്നത്. അത് പ്രതീക്ഷയുടെ പുതിയ നാമ്പായിരുന്നു. പുലരിയിൽ പെട്ടകത്തിൽ നിന്നും പുറത്തുപോയ പ്രാവ് സായാഹ്നത്തിൽ തിരികെ വന്നത് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദൂതുമായാണ്. ഓരോ പ്രദോഷവും ഈ സന്തോഷത്തിൻ്റെതാകണം. പുലരിയിൽ പറന്നു പോകുന്നവർ സായാഹ്നത്തിൽ മടങ്ങിയെത്തിയേ തീരൂ. മടങ്ങിവരവില്ലാതാകുമ്പോൾ നഷ്ടമാകുന്നത് സന്തോഷവും സമാധാനവുമാണ്. ഓരോ പുലരിയും അകൽച്ചയുടേതാണ്. എല്ലാവരും അവരവരുടെ തിരക്കുകളിലേക്ക് അകന്നു പോകുന്നു. എന്നാൽ സായാഹ്നം മടങ്ങിവരവിൻ്റെതാണ്. ഒരു ദിവസത്തെക്കുറിച്ച് മാത്രമല്ല ഇത് പറയുന്നത്, മറിച്ച് ജീവിത സായാഹ്നവും മടങ്ങിവരവിൻ്റെ പ്രാധാന്യത്തെ കാണിച്ചു തരുന്നു. ചിലരുടെയൊക്കെ മനസ്സിൽ നിന്ന് കുടിയിറക്കപ്പെട്ടിട്ട് അനേക നാളുകളായിട്ടുണ്ടാകും. ജീവിത സായാഹ്നം തിരികെ പോകലിൻ്റെതാണ്. ഓരോ മടങ്ങിവരവും സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15 കാണുന്ന ധൂർത്തപുത്രന്റെ മടങ്ങിവരവിനേക്കാൾ മനോഹരമായ മറ്റൊരു യാത്രയുണ്ടോ എന്ന സംശയമാണ്. ജീവിതത്തിലെ യൗവനത്തിൽ ഭവനത്തെയും അപ്പനെയും ഉപേക്ഷിച്ച് പോകുന്ന ആ മകൻ ജീവിത സായാഹ്നത്തിന് മുൻപേ സ്വന്തം ഭവനത്തിലേക്ക് തിരികെ എത്തുന്നു. ആ ദിവസത്തിൽ ആ ഭവനത്തിൽ നടന്ന സന്തോഷത്തിന്റെ ആഘോഷം മറ്റൊരിക്കലും ആ ഭവനത്തിൽ നടന്നിട്ടുണ്ടാകില്ല. മടങ്ങിവരവിൽ സംഭവിക്കുന്ന മാറ്റം അത്രയേറെ പ്രധാനമാണ്. അപക്വമായ തീരുമാനങ്ങളിലൂടെയും അനാവശ്യമായ വാശിയുടെയും പറഞ്ഞു കേട്ട് തെറ്റിദ്ധാരണയുടെയും പുറത്തും ചില ഇടങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോന്നിട്ട് കാലങ്ങളായിട്ടുണ്ടാകും. ജീവിത സായാഹ്നം മടങ്ങിപ്പോകലിൻ്റെതാണ്. പ്രതീക്ഷയുടെ പുതുനാമ്പുമായി തിരികെ പോകുമ്പോൾ ലഭിക്കുന്നതും പകരുന്നതും ഒരേ സന്തോഷവും സമാധാനവുമാണ്. സായാഹ്നങ്ങൾ മനോഹരമാകണമെങ്കിൽ അകന്നുപോയവർ തിരികെ വരേണ്ടതുണ്ട്. അകന്നുപോയവരെല്ലാം ഒരു നാൾ തിരികെ വരുമെന്ന് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിത്യപിതാവിന്റെ തിരുസന്നിധിയിലേക്ക് മടങ്ങിപ്പോകുവാൻ ഏവർക്കും സാധിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ജീവിതം മാത്രം അതു വേഗം മാഞ്ഞു പോകും. ആരെതിർത്താലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം ഞൊടി നേരം പോയിടും. കണ്ടിടും വെണ്ണിൽ ദൂരയാദേശം. മണ്ണിൽ നേടിയതെല്ലാം ഞൊടി നേരം പോയിടും. കണ്ടിടും വെണ്ണിൽ ദൂരയാദേശം. ഒരുങ്ങിയിട്ടുണ്ടോ നാം? ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചെങ്ങും പറന്നു പോകാൻ. ഒരുങ്ങിയിട്ടുണ്ടോ നാം? ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചെങ്ങും പറന്നു പോകാൻ.